ഇത് ഈ മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിൽ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പല വിദേശ രാജ്യങ്ങളും നമുക്ക് ചില ഉദാഹരണങ്ങൾ തരുന്നുണ്ട്. അതിന് നീ ഏതാണ്? ആരാണ് നീ? ഏതാണ് നീ? കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെതിരെ അതികർശനമായ നിലപാടുകൾ അതാത് സർക്കാരുകൾ എടുത്തു പോകുന്നുണ്ട്. അതിന്റെ ഒരു സൂചന മനസ്സിൽ കിട്ടിയോണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇത് കേരളത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ കഴിയും? തീർച്ചയായും നീലിമ, നമ്മൾ ഈ ഫുട്ബോളിലെ ഒരു മതത്തിന്റെ അതിപ്രസരം പറഞ്ഞു. കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അയത്തുള്ള അലി ഖമനേയുടെ ചിത്രം വെച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ് അത് ഫുട്ബോളുമായി ചേർത്ത് ഇറാന് വേണ്ടി ആശംസ അറിയിച്ച് വെച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതിലൊട്ടും അത്ഭുതപ്പെടുന്നില്ല. അതായത് ഇത് കേരളത്തിലെ മാത്രമല്ല ഗൗതം, ഈ കേരളത്തിലെ മാത്രം വിഷയമല്ല. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന അതൊരു വികാരമാണ്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഫുട്ബോൾ ഒരു വികാരമാണ്, ഫുട്ബോൾ ലോകത്തെ ഒന്നിപ്പിക്കുന്നതാണ് എന്നൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ രാജതന്ത്രം എവിടം വരെയായി? ഉപ്പ് നോക്കാറായോ? ഫുട്ബോളിലൂടെ ഇസ്ലാമികത കടത്തിവിടാൻ ഇപ്പോഴല്ല ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയത്. ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. നേരാണോ ഇതൊക്കെ? പിന്നെ എന്തുകൊണ്ടെന്നാൽ ഈ ഫുട്ബോൾ ലീഗുകളിലേക്ക്, അതായത് അത് ഒരു പഠന റിപ്പോർട്ടുകൾ തന്നെയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, മറ്റ് ലീഗുകളിലേക്ക് ഇസ്ലാമിക താരങ്ങൾ, ഇസ്ലാമിക ഐക്കൺസ്, അതായത് കരീം ബെൻസമ, പോൾ പോഗ്ബ പോലെയുള്ള. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. വളരെ പേരുകേട്ട ഇസ്ലാമിക താരങ്ങൾ മത്സരിക്കാനെത്തിയതിന് പിന്നാലെയാണ് ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിൽ, സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക വൽക്കരണം ക്രമേണ വന്നത്. അതായത് ഇവർ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു പ്രൊമോട്ടർമാരാണ്, അംബാസഡർമാരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് കൃത്യമായി തന്നെ ഇവരുടെ പണി നടത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കാത്ത കുറെ പൊട്ടന്മാരാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ തമാശയിലല്ല പറഞ്ഞത്. ഈ ഫുട്ബോള് ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കി നോക്ക്. ഫുട്ബോളിന്റെ ലീഗുകൾ ശക്തമായുള്ള രാജ്യങ്ങൾ നോക്കി, അവിടെയൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിന് 15 വർഷത്തിന് ഇപ്പുറത്തേക്ക് ഇസ്ലാമികവൽക്കരണം ശക്തമായില്ലേ? ഇത് വളരെ ചീപ്പ് വേലയായി പോയത്. അവിടുത്തെ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ആരാണ്? ഈ ഇസ്ലാമിസ്റ്റുകളാണ്, തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. ഇംഗ്ലണ്ടിൽ കണ്ടില്ലേ നമ്മൾ? അമേരിക്കയിൽ ഉണ്ടായില്ലേ? നമ്മുടെ സ്പെയിനിലുണ്ടായില്ലേ? യൂറോപ്പിലെ എത്ര രാജ്യങ്ങളിലുണ്ടായി? ഇത് ചെറിയ കളിയല്ല. മെസ്സി മാറി, അവര് മാറി, ഇവര് മാറി. ഇത്തരം ആളുകൾ, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ, അതായത് കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ പോലും ഈ പറയുന്ന ഖുറാനും ഇസ്ലാമിക ബിംബങ്ങളും ചൂണ്ടുന്നു. ഒരല്പം മട്ടുണ്ടല്ലേ? അവിടെ ഗോളടിച്ചാൽ തന്നെ അടുത്ത ഇസ്ലാമിക ബിംബം കാണുന്നു. ക്രിക്കറ്റിലും ഇടക്കാലത്തുണ്ടായിരുന്നു ഇത്തരം നടപടികൾ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരൊരു അംബാസഡർമാരാണ്, മതത്തിന്റെ അംബാസഡർമാരാണ്. സാമാന്യ ബോധം എന്നൊരു കാര്യം ഉണ്ടോ തനിക്ക്? ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താനും ചെയ്യുന്നത്? എന്നെ കൊണ്ട് ഈ നാട്ടുകാർക്ക് ദ്രോഹം അല്ലാതെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ട്?